നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂളിൽ നിന്ന് അവധി നൽകി അധികൃതർ. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം. ശമ്പള പരിഷ്കരണം സർക്കാർ തീരുമാനിച്ചാൽ ആദ്യം നടപ്പിലാക്കുക ജൂബിലി അമല ആശുപത്രികളെന്ന മാനേജ്മെന്റ് അധികൃതർ. സമരം തുടർന്ന് നഴ്സുമാർ. തിരുവില്ലാമലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചുകയറി. കയ്പമംഗലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം സ്വദേശിനി സ്നേഹ പൗലോസാണ് മരിച്ചത്. ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ടിൽ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിൽ. ജീവൻ മരണ പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. വാർത്തകൾ വിശദമായി. നായ്ക്കുട്ടികൾ ക്ലാസ് കയ്യേറി. ചൂണ്ടലില് സ്കൂളിന് അവധി നൽകി. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. തെരുവ് നായ്ക്കൾ യഥേഷ്ടം വിഹരിക്കുന്നു. TCB വാർത്താ സംഘം ഇവിടെ എത്തുമ്പോഴും നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ഒരു വിദ്യാലയത്തിന് അവധി കൊടുക്കുക, അത് ഇന്ന് ഈ വിദ്യാലയത്തിൽ സംഭവിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സൈക്കിളിൽ വരുമ്പോൾ തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. പിന്നീട് ആ നായയെ ചത്ത നിലയിൽ തെരുവോരത്ത് കാണുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ഇപ്പോൾ തെരുവ് നായ്ക്കൾ സ്കൂൾ വളപ്പിനകത്ത് യഥേഷ്ടം വിഹരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം. അധ്യാപകർ വടിയെടുത്തുകൊണ്ട് വേണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കാൻ. ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വിദ്യാലയത്തിന് ഇന്ന് അവധി കൊടുത്തു. സ്കൂൾ വളപ്പിൽ തന്നെ തെരുവ് നായ പ്രസവിച്ച് 4ഉം 5ഉം നായ്ക്കുട്ടികൾ സ്കൂൾ വളപ്പിൽ ഈ കെട്ടിടത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നായ്ക്കുട്ടികളാണ് സ്കൂൾ കെട്ടിടത്തിനകത്തുള്ളത്. 5ഓളം നായ്ക്കുട്ടികളുണ്ട്. ഈ പ്രസവിച്ച നായ പലപ്പോഴും കുട്ടികൾക്ക് നേരെ കുരച്ചുകൊണ്ട് ചീറിയെടുത്തു വരുമ്പോൾ രക്ഷിതാക്കൾക്കും ധൈര്യമില്ല ഇവിടേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ. ഇത് ചൂണ്ടൽ ഗവൺമെൻറ് UP സ്കൂളിലെ മാത്രം കാര്യമല്ല. തെരുവിലൂടെ കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. സുപ്രീം കോടതി പോലും ഇടപെട്ടതാണ്. സുപ്രീം കോടതി പോലും പറഞ്ഞതാണ് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കണമെന്ന്. മറ്റൊന്നുകൂടി സുപ്രീം കോടതി പറയുകയുണ്ടായിരുന്നു. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തെരുവോരത്ത് വിടുന്ന പലരുമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പല വേസ്റ്റുകളും ജംഗ്ഷനിലും മറ്റും കോഴി വേസ്റ്റുകളും എല്ലാം ഇട്ട് ഈ തെരുവ് നായ്ക്കൾ യഥേഷ്ടം ഇതെല്ലാം കഴിച്ച് വിഹരിക്കുന്നു. പലപ്പോഴും കിട്ടാതാവുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വൃദ്ധരായവരെ എല്ലാം ആക്രമിക്കുന്നു. അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഈ ചൂണ്ടൽ മേഖലയിലുമുണ്ട്. ഇത് സ്കൂൾ പരിസരത്ത് മാത്രമല്ല പലയിടത്തും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വ്യാപകമാണ് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ് രക്ഷിതാക്കളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നതും. TCBക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനം ഇറക്കി നിയമം പ്രാബല്യത്തിൽ വന്നാൽ അതാദ്യം നൽകുക തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയും അമല ആശുപത്രിയുമായിരിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഴ്സുമാരുടെ സമരം തുടങ്ങുന്ന സമയത്തും ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന 2 ആശുപത്രികളാണ് ജൂബിലി മിഷൻ, അമല ആശുപത്രികളെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. കേരളത്തിന്റെ സാഹചര്യത്തിൽ മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, സ്ഥാപനങ്ങളല്ല.
മാർച്ച് 6-ന് സർക്കാർ കരട് രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനുശേഷം 2 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റും യൂണിയൻ നേതാക്കളും ഒരുമിച്ചിതൊരു നിയമമായി ഇറക്കണമെന്ന് സർക്കാരും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്നും ഇന്നലെ നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നുവെങ്കിലും പിന്നീട് പെട്ടെന്ന് നഴ്സുമാർ സമരത്തിലേക്ക് കടന്ന സാഹചര്യം എന്താണെന്നും ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തങ്ങൾക്കറിയില്ലെന്നും മാനേജ്മെന്റ് വക്താക്കൾ പറഞ്ഞു. അതവര് തന്നിരുന്നു ഒരു 10 ദിവസത്തെ സൂചനാ പണിമുടക്ക്. പിന്നീട് മാർച്ച് ആരംഭം മുതലേ 2 ഘട്ടങ്ങളായിട്ടാണ് സമരങ്ങൾ നടന്നത്. ആദ്യത്തെ ഒരു സമരം കുറച്ച് ദിവസങ്ങളാണ് നീണ്ടുനിന്നത്. അതൊന്നും നിയമപ്രകാരമുള്ള നോട്ടീസ് തന്നിരുന്നില്ല. പിന്നെ ഒരു ഹൈക്കോടതി തിരിച്ചു കയറാൻ പറഞ്ഞിരുന്ന പ്രകാരം അവർ തിരിച്ചു കയറി. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റിനി മുണ്ടൻ കുര്യൻ, അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, ജൂബിലി HR മേധാവി ജോഷി പോൾ, ജൂബിലി CEO ഡോക്ടർ ബെന്നി ജോസഫ്, അമല CEO സൈജു C എടക്കളത്തൂർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജൂബിലി, അമല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ നഴ്സുമാർ ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച് നടത്തിയ സമരം അവസാനിപ്പിച്ചത് ഇന്ന് പുലർച്ചെ. ആരോഗ്യ തൊഴിൽ വകുപ്പ് മന്ത്രിമാർ പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചതിനെ തുടർന്നാണ് ബിഷപ്പ് ഹൌസിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് നഴ്സുമാർ പിരിഞ്ഞുപോയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ UNA പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ശമ്പള വേതന വർധനവ് ആവശ്യപ്പെട്ട് ഇരു ആശുപത്രികളെയും നഴ്സുമാർ കഴിഞ്ഞ 3 മാസമായി സമരത്തിലാണ്. അതേസമയം നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുകയാണ്. തിരുവില്ലാമലയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചുകയറി. കുത്താമ്പുള്ളി സ്വദേശി ഗോവിന്ദനുണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരവത്തൊടി UMLP സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ വീടിന് മുന്നിലേക്കാണ് കാർ പാഞ്ഞുകയറിയത്. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും സമീപത്തെ വൈദ്യുതി പോസ്റ്റും കാർ ഇടിച്ചു തകർത്തു. അപകടം നടക്കുന്ന സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലോ വീടിന്റെ മുൻപിലോ ആളുകൾ ഇല്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത്. റോഡിന് കുറുകെ പട്ടി ചാടിയതിനെ തുടർന്നാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കയ്പമംഗലത്ത് ഡീസൽ ടാങ്കർ ലോറി മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ വിതരണം ചെയ്യാനായി പോയിരുന്ന മിനി ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് ടാങ്കറിലുണ്ടായിരുന്ന ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകി. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. ക്രെയിൻ എത്തിച്ച് മറിഞ്ഞ ടാങ്കർ ലോറി മാറ്റി. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തലൂരിൽ ഹോട്ടൽ നടത്തുന്ന പച്ചളിപ്പുറം സ്വദേശി വത്സല, മകൻ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലാണ് തെങ്ങ് വാനിന് മുകളിൽ വീണത്. തെങ്ങ് വീണ വൈദ്യുതി തൂണും തകർന്നു. ഹോട്ടലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. തെങ്ങ് വീണ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് വട്ടനാത്ര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് തെങ്ങ് മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ തൈക്കാട് ബൈക്ക് ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. ചിറ്റാട്ടുകര അരീക്കര വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. മകന്റെ ഓട്ടോറിക്ഷയിൽ തൈക്കാട് തിരിവിൽ വന്നിറങ്ങിയതായിരുന്നു. റോഡിന് എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം സ്വദേശിനി 20 വയസ്സുള്ള സ്നേഹ പൗലോസാണ് മരിച്ചത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥിയെ താഴെ വീണ് കിടക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ടത്. ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ച് വിദ്യാർത്ഥിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹോസ്റ്റലിന്റെ 14ാം നിലയുടെ മുകളിൽ നിന്നാണ് ചാടിയത്. കണ്ണടയും മൊബൈൽ ഫോണും ചെരുപ്പും ലിഫ്റ്റിന് സമീപം കണ്ടെത്തി. മരിച്ച വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ വിദേശത്താണ്. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾ എത്തിയ ശേഷമേ തുടർ നടപടി സ്വീകരിക്കുകയുള്ളൂ. തൃശൂർ
സിറ്റി ACP ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ MBBS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണെന്നും വിദ്യാർത്ഥിനി ഡിപ്രഷന് മരുന്ന് കഴിച്ചിരുന്നതായും കൌൺസിലിംഗ് നൽകി വന്നിരുന്നതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. ചേലക്കരയിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കിള്ളിമംഗലം പള്ളിപ്പടി കോണൂർപ്പടി വീട്ടിൽ കണ്ടന്റെ മകൻ പ്രശാന്തിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര കിള്ളിമംഗലം പള്ളിപ്പടി വടക്കുമുറി വീട്ടിൽ ശിവകുമാറിന്റെ മകൻ സുനിത്തിനെയാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. സുനിത്ത് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെ പുറകിലൂടെ വന്ന് കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ സുനിത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരാമംഗലം മനപ്പടിയിൽ വയോധികയുടെ മാല കവർന്ന വീട്ടുവേലക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിനി ലക്ഷ്മിയെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മോഷണം നടന്നത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ 9 മാസത്തിനു ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ 5ാമത് തൂലികാശ്രീ പുരസ്കാരത്തിന് കഥാകൃത്ത് രാജൻ കരുവാരക്കുണ്ട് അർഹനായി. വീട് നഷ്ടപ്പെടുന്നു എന്ന രചനയാണ് മലപ്പുറം സ്വദേശിയായ രാജനെ അവാർഡിന് അർഹനാക്കിയത്. 5000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ 20-ന് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മാനിക്കും. തൂലികാശ്രീ മത്സരത്തിൽ മികച്ച രചനകൾ നടത്തിയ 14ഓളം എഴുത്തുകാരെയും സമ്മേളനത്തിൽ ആദരിക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കാരണം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 20 മുതൽ 25 വരെ റിലേ ധർണ നടത്തും. ജൂലൈ 1 മുതൽ 500-ലധികം സ്വകാര്യ ബസ്സുകൾ G-ഫോം നൽകി സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് KK തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ, ട്രഷറർ MS പ്രേംകുമാർ, ഭാരവാഹികളായ ശരണ്യ മനോജ്, K സത്യൻ എന്നിവർ സംസാരിച്ചു. ഒരു കഥ പറയാം വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ 62 കഥാകൃത്തുക്കളുടെ തിരഞ്ഞെടുത്ത കഥകൾ ഉൾക്കൊള്ളുന്ന സമാഹാരമായ സമാഗമം കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. കഥാകൃത്ത് VK രമേശ് നോവലിസ്റ്റ് സുരേന്ദ്രൻ മങ്ങാടിന് നൽകി പ്രകാശനം നിർവഹിച്ചു. സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. അജിത്രി പുസ്തക പരിചയം നടത്തി. ഉണ്ണി അഷ്ടമിച്ചിറ, EG വസന്തൻ, ബഷീർ തൃപ്പേക്കുളം, കനു മൂസ വടക്കനോളി തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നുമില്ല, ഒരു വയസ്സായ പാട്യമിൻ്റെ അവരുടെ ഒരു വലിയ ചരിത്രം എല്ലാ മനുഷ്യരും അത് മറ്റാർക്കും അത് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദുരിതം. അതിന് പിന്നിൽ എനിക്ക് ഒരു കഥ പറയാനുണ്ട്. അവർ ചോദിച്ചു. തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി വിവിധ ദേശ സഹകരണ സംഘം SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അന്തിക്കാട് നടന്ന അനുമോദന ആദരം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MR മോഹനൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, സംഘം സെക്രട്ടറി ഹരിജ KH, KCEC നാട്ടിക മണ്ഡലം സെക്രട്ടറി MV ബിന്ധ്യ, മുൻ സംഘം പ്രസിഡന്റ് TK മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം അറിയിച്ച് ലോകകപ്പിന്റെ ആവേശം നിറച്ച് ഇരവിമംഗലത്ത് മിനി ലോകകപ്പ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒല്ലൂർ സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് അംഗം ജിത് ചാക്കോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ പ്രദേശത്തെ യുവാക്കൾ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച 8 ടീമുകളായി അണിനിരന്നു. പങ്കെടുത്ത മുഴുവൻ യുവാക്കളും സംഘാടകരും തൂഫാൻ വാരിയേഴ്സായി പ്രവർത്തിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM രാജീവ്, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ES അനിരുദ്ധൻ, KT ബാബു, CPM നേതാക്കളായ ശശി വലിയപുരയ്ക്കൽ, വിഷ്ണു എന്നിവർ പങ്കെടുത്തു.
കല്ലേറ്റുങ്കര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം ആരംഭിക്കുന്നതിനടുത്ത് തകർന്നുകിടക്കുന്ന ഡിവൈഡർ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. തകർന്നുകിടക്കുന്ന ഡിവൈഡർ മൂലം അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് വർഗീസ് പന്താലുകാരൻ, അഡ്വക്കേറ്റ് KF ജോസ്, സോമൻ ശാരദാലയം, ഡേവിസ് തുളുവത്ത്, അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പിള്ളി, ഡേവിസ് ഇടപ്പിള്ളി, മായ സുനിൽ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ചരിത്രത്തിലാദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിൽ. ജീവൻ മരണ പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. ലോസ് ഏഞ്ചൽസിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ആതിഥേയർ കൂടിയായ കാനഡ പ്രീ ക്വാർട്ടറിൽ ടിക്കറ്റ് ഉറപ്പിച്ച ആദ്യ ടീമായത്. നിശ്ചിത സമയത്തിന് ശേഷം അനുവദിച്ച ഇഞ്ചുറി ടൈമിൽ സ്റ്റെഫാൻ എസ്റ്റോക്കിയാണ് വിജയ ഗോൾ നേടിയത്. മത്സരാരംഭം മുതൽ ഇരുകൂട്ടരും ഗോളെന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നി ആക്രമിച്ച് മുന്നേറിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഒന്നാം പകുതിയിൽ പന്തടക്കത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിട്ട് നിന്നത്. എന്നിരുന്നാലും മികച്ച മുന്നേറ്റങ്ങളുമായി കാനഡ പലതവണയാണ് ദക്ഷിണാഫ്രിക്കൻ ഗോൾ മുഖം വിറപ്പിച്ചത്. പക്ഷേ ക്യാപ്റ്റൻ റോൺവെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഫ്രിക്കൻ പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ നിരവധി അവിസ്മരണീയ സേവുകളും ഗോൾമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണാഫ്രിക്കൻ കപ്പിത്താനിൽ നിന്നുണ്ടായി. അമ്പിനും വില്ലിനും അടുക്കാത്ത പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുമെന്ന് കാണികൾ കണക്ക് കൂട്ടിയപ്പോഴാണ് കൊമ്പന്മാരുടെ കൊമ്പൊടിച്ച കനേഡിയൻ ഗോൾ ആഫ്രിക്കൻ വലകുലുക്കിയത്. ത്രസിപ്പിക്കുന്ന ഈ ഗോളിന്റെ മികവിലാണ് ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളാണ് പ്രീ ക്വാർട്ടറിൽ കാനഡയുടെ എതിരാളികൾ. ഇന്ന് നടക്കുന്ന രണ്ടാം നോക്കൌട്ട് മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ മഞ്ഞപ്പട ഏഷ്യൻ ശക്തികളായ ജപ്പാനെ നേരിടും. രാത്രി 10:30 ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതിനു മുൻപ് 2006 ലോകകപ്പിൽ മുഖാമുഖം വന്നപ്പോൾ ജപ്പാനെ 1-4 ഗോളുകൾക്ക് കാനറികൾ തകർത്തിരുന്നു. എന്നാൽ അവസാനം കളിച്ച സൗഹൃദ മത്സരത്തിൽ 3-2 ജപ്പാൻ കാനറികളെ പരാജയപ്പെടുത്തിയിരുന്നു. വേഗതയും പോരാട്ടവീര്യവും നിറഞ്ഞ ജപ്പാൻ നിലവിൽ മികച്ച പ്രകടനമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തെടുത്തത്. അതേസമയം കളിച്ച 3 മത്സരത്തിലും ഗോളടിച്ച വിനീഷ്യസ് ആണ് മഞ്ഞപ്പടയുടെ തുറുപ്പുചീട്ട്. ഒപ്പം പരിക്കിൽ നിന്നും മോചിതനായി തിരിച്ചെത്തിയ നെയ്മർ കൂടി കളം പിടിച്ചാൽ മത്സരാവേശവും ഇരട്ടിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി പരാഗ്വേയും രാവിലെ കരുത്തരായ മൊറോക്കോ നെതർലൻഡ്സിനെയും നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് നടന്ന വൈദ്യുത അലങ്കാര മത്സരത്തിന്റെ സമ്മാനദാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. 1 മുതൽ 5 വരെയുള്ള സ്ഥാപനങ്ങളിലുള്ള മത്സരാർത്ഥികൾക്ക് ക്രാഷ് പ്രൈസും ട്രോഫിയും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. യോഗത്തിൽ ഗിൽഡ് പ്രസിഡന്റ് റാഫി ഫിനിക്സ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷിജോൺ അലഞ്ചീസ്, കൺവീനർ ബാബുരാജ്, ജനറൽ കൺവീനർ ബെന്നി നീലങ്കാവിൽ, ജൂബി ജോസ്, ഷാജി വർഗീസ് എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി സെക്രട്ടറിക്ക് നിവേദനം നൽകി. പഞ്ചായത്തിന്റെ 2025-26 പദ്ധതിയിൽ ശ്മശാനം ആധുനികവൽക്കരിക്കുന്നതിനും 2026-27 പദ്ധതിയിൽ വാതക ശ്മശാനമാക്കുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പദ്ധതി രേഖയിൽ മാത്രമായി കിടക്കുകയാണ്. നിർമ്മാണത്തിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. പഞ്ചായത്തിലെ ജനങ്ങൾ വലിയ തുക ചിലവാക്കി ദൂരെയുള്ള ശ്മശാനങ്ങളെയാണ് മൃതദേഹ സംസ്കാരത്തിനായി ആശ്രയിക്കുന്നത്. ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെയും ഇതിലേക്കുള്ള റോഡുകളുടെയും നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. ആ പദ്ധതി പ്രകാരം ഉള്ള വർക്കുകൾ അവിടെ നടന്നു കാണുന്നില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടം സാംസ്കാരിക വേദി ഒരു പരാതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി KM അക്ബർ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA ഫരീദ് അലി, ഷൌക്കത്ത് കടങ്ങോട്, EK മിനി, നാസിമ സക്കീർ, നാരായണൻ കോടനാട് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്.
ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട് ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂരിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, MR രാധാകൃഷ്ണൻ, V. അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയത്തും മലപ്പുറത്തുമെല്ലാം സാമൂഹ്യ ലഹരിക്കെതിരെ ചേർപ്പ് CNN ബോയ്സ് സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ബോധവൽക്കരണ സൈക്കിൾ റാലി നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക PM രജനി ഫ്ളാഗ് ഓഫ് ചെയ്തു. CPOമാരായ KR രഞ്ജിത്ത്, K. ദിലീപ് കുമാർ, അധ്യാപകൻ TK ബിജിൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട്, താന്യം, ചാടൂർ ഗ്രാമപഞ്ചായത്തുകളിലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ സംഘടന പാഠശാലയുടെ നേതൃത്വത്തിൽ +2 SSLC പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, പഞ്ചായത്ത് മെമ്പർ CL ജോബി, സതീഷ് ചന്ദ്രൻ, ആന്റോ തൊറയൻ, KE സതീശൻ, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത് കൗതുകമുണർത്തി. കോടാലി ആരോധ റിബിന്റെ വീട്ടുമുറ്റത്താണ് നിശാഗന്ധി ചെടിയിൽ കൂട്ടമായി പൂക്കൾ വിരിഞ്ഞത്. വളരെ അപൂർവമായാണ് ഇത്രയധികം പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞു കാണാറുള്ളത്. രാത്രിയിൽ പുഷ്പിച്ച് സുഗന്ധം പരത്തുകയും സൂര്യോദയത്തിനു മുമ്പേ വാടിപ്പോകുന്നതും കൊണ്ടാണ് നിശാഗന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിത്തുകൾ ഇല്ലാത്ത ഈ സസ്യത്തിന് ഇലയിൽ നിന്നുമാണ് പുതിയ തൈകൾ മുളച്ചു വേരുപിടിക്കുന്നത്. പൂക്കൾ വിരിയുന്നതും ഇലയിൽ നിന്നുമാണ് എന്നുള്ളതും കൗതുകകരമാണ്. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വാഗ യൂണിറ്റ് സമ്മേളനവും വ്യാപാരി മിത്ര മരണാനന്തര ധനസഹായ വിതരണവും നടത്തി. യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം VD ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KL ജോസ്, KV സുരേഷ്, VL സെബി, ദേവസി, ബാബു, മുജീബ്, റഹ്മാൻ, VK സത്യൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപ മരണമടഞ്ഞ രാമചന്ദ്രൻ സഹധർമ്മിണി ദ്രൗപദിക്ക് കൈമാറി. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിൽ ആൻഡ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഡേവിഡ് ആന്റോവിന് സ്വീകരണം നൽകി. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ജോസ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ CV കുര്യാക്കോസ്, MM ബാബു, ദേശീയ വോളിബോൾ കോച്ച് P. ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ KV മനോജ് കടലി അധ്യക്ഷത വഹിച്ചു. സീനിയർ പ്രിൻസിപ്പൽ സുമാ അച്യുതൻ, സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി സുഭാഷ് ചന്ദ്രബോസ്, വൈസ് പ്രിൻസിപ്പൽമാരായ മിനി KB, രശ്മി T. മേനോൻ, HR മാനേജർ ശുഭ സുഭാഷ്, റെസിഡൻഷ്യൽ ട്രസ്റ്റി PV അരവിന്ദാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റത്ര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ജീവിതം ലഹരി സംഘടിപ്പിച്ചു. സീനിയർ CLC പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ലിറ്റി ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC സെക്രട്ടറി AJ ജെയ്സൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഴയന്നൂർ തിരുവില്ലാമല പാതയിൽ കൂട്ടുപാതയ്ക്ക് സമീപം മരം കടപുഴക്കി റോഡിലേക്ക് വീണു. മരം വീഴുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ഈ മേഖലയിൽ അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങൾ ഇനിയുമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ എന്ന പേരിൽ തന്റെ ഒപ്പിട്ട് വാങ്ങി ബാങ്കും
ഡോക്ടറും ചേർന്ന് തട്ടിപ്പ് നടത്തിയത് മൂലം കുടുംബം ജപ്തി ഭീഷണി നേരിടുന്നതായി മുള്ളൂർക്കര സ്വദേശിനി ബിന്ദുവും ഭർത്താവ് ശ്രീനിവാസനും തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുള്ളൂർക്കരയിലെ കാനറ ബാങ്കിന് സമീപം ക്ലിനിക് നടത്തിയിരുന്ന ചന്ദ്രാപിനി സ്വദേശിയും കോലഴിയിലെ താമസക്കാരനുമായ ഡോക്ടർ AV സുരേഷിനെതിരെയും മുള്ളൂർക്കരയിലെ കാനറ ബാങ്കിനെതിരെയുമാണ് ഇവർ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2016 ഡോക്ടർക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനെന്ന പേരിലാണ് ഇവർ ബിന്ദുവിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. എന്നാൽ രേഖകൾ വ്യാജമായി ചമച്ച് ബാങ്ക് അധികൃതരുടെ സഹായത്തോടെ ഡോക്ടർ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പ എടുത്തതായും ഡോക്ടർ വായ്പ തിരിച്ചടയ്ക്കാത്തത് കാരണം തന്റെ 10 സെന്റ് സ്ഥലം ജപ്തി ഭീഷണിയിലാണെന്നും ബിന്ദു പറയുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. സമൂഹത്തിൽ പടർന്നു നിൽക്കുന്ന ലഹരിക്കെതിരെ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു. തൃശൂർ ലഹരി വിമുക്ത മിഷന്റെ മേധാവി ജ്യോതിസ് തോമസ് ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. ഫാദർ ബിനോ ബാബു ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ സ്റ്റെല്ല കെ ഇഗ്നേഷ് അധ്യക്ഷയായിരുന്നു. AT തോമസ്, ജോബി ജോസ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം കുഴൂർ ശാഖ സംയുക്ത കുടുംബയോഗ വാർഷികവും മന്ത്രി OJ ജനീഷിന് ആദരവും സംഘടിപ്പിച്ചു. മാള യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി PK സാബു മന്ത്രി OJ ജനീഷിനെ ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ കൊടിയൻ, വാർഡ് മെമ്പർ PS സുധീർ, TN ബേബി, TS പുഷ്പൻ, ഇന്ദിര സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കടമ്പോടുള്ള തെക്കേതല ഇന്ദിരാനാരായണന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വിവരം അറിയിച്ചതിനെ തുടർന്ന് സർപ്പ ടീം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ കിക്ക് ഔട്ട് ഡ്രഗ്സ് മിനി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യാതിഥിയായി. ഡീക്കൻ അമൽ, ഏകോപന സമിതി കൺവീനർ ജോമോൻ പല്ലൻ, കൈകാര്യന്മാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി, റിട്ടയർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ, O സാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവ് നായ ശല്യം രൂക്ഷം. സ്കൂളിന് ഇന്ന് അവധി നൽകി അധികൃതർ. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം. ശമ്പള പരിഷ്കരണം സർക്കാർ തീരുമാനിച്ചാൽ ആദ്യം നടപ്പിലാക്കുക ജൂബിലി അമല ആശുപത്രികളെന്ന് മാനേജ്മെന്റ് അധികൃതർ. സമരം തുടർന്ന് നഴ്സുമാർ. തിരുവില്ലാമലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കയ്പമംഗലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടി 1ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം സ്വദേശിനി സ്നേഹ പൗലോസാണ് മരിച്ചത്. ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ചരിത്രത്തിലാദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിൽ.
ജീവൻ മരണ പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.